ഹായ്, പേരെങ്ങനെയാ? ജാസിർ. ജാസിർ, ഓക്കെ. ഇപ്പൊ എവിടുന്നാ വരുന്നത്? കുവൈത്തിൽ നിന്ന് നിങ്ങളെ വീഡിയോസിലായിട്ട് കാണുന്നതാണ്. അത് ശരി. ഓഹോ. ഞാൻ യാരിസ് എടുത്തിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്നാ ഡെലിവറി വരുന്നത് എന്നാണോ? ഇന്ന് രാത്രി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടി. യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്റീരിയർ ആയാലും വലിയ കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്തു. 7 സീറ്റർ നല്ല പുത്തൻ വണ്ടി. പുത്തൻ വണ്ടി, കാരണം 21 മോഡൽ വണ്ടിയാ. 2021 മോഡൽ. വൈറ്റ് പോളോ. വൈറ്റ് പോളോ. ഇതിപ്പോ ഏതാ മോഡല്? ടയേഴ്സ് ആയാലും അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ്. ടയേഴ്സ് കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. കറന്റ് ഇവിടെ ഏകദേശം 135 മേലെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിനിപ്പോ ഏകദേശം എത്ര മൈലേജ്? നമുക്കൊരു 14-15 റേഞ്ചിന് മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ഞാൻ നിങ്ങളെ വീഡിയോസ് എല്ലാം കാണുന്നതാ. ഈ സമീർ കാർ മറ്റേത് വീഡിയോ ഇഷ്ടപ്പെട്ടാറുണ്ടോ? വാഗണർ ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക്. ഇത് 2019 മോഡൽ വണ്ടിയാ. 19J സെക്കൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടൂല. മൈലേജ് നമുക്ക് അറൗണ്ട് 18 മേലെ എന്തായാലും മൈലേജ്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം മഹീന്ദ്രയുടെ കാർസോൺ കാർ ആൻഡ് ബൈക്കിലാണ്. കാലിക്കറ്റുള്ള ഷോറൂമാണ്. കാലിക്കറ്റ് അത്താണിക്കുള്ള ഷോറൂമാണ്. പുതിയ വർഷമാണ്. ഒരുപാട് പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഇന്നും കാറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാൻ നമ്മുടെ കൂടെ ഉള്ളത് അഭിനവ് ആണ്. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷമാണ്, പുതിയ തുടക്കം. ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പുതിയതായിട്ട് എന്തൊക്കെയാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്? നമുക്കിപ്പം ഓഫേഴ്സ് പുതിയതായിട്ട് റിവ്യൂ ചെയ്തിട്ടില്ല. നമുക്ക് വെർത്തിന്റെ പോളിഷാണ് ഇപ്പം കൊടുക്കുന്നത്. പക്ഷേ ഇൻ കേസ് പുതിയ ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അത് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം വന്നത്. കഴിഞ്ഞ മാസത്തെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെ? കഴിഞ്ഞ മാസം നമുക്ക് കുഴപ്പമില്ലാത്ത സെയിൽ ഉണ്ടായിരുന്നു. അറൗണ്ട് 100 വണ്ടിന്റെ അടുത്താണ് സെയിൽ പോയിട്ടുണ്ട്. ക്രിസ്മസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സെയിൽ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ പോയി. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഏതാ നോക്കുന്നത്? ഇന്ന് നമുക്കൊരു ചെറിയ വണ്ടി തുടങ്ങാം. ചെറിയ വണ്ടിയില് ഇയോൺ അല്ലേ? ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2018 റാപ്ലസ് ആണ്. 2018 വരുന്നത്. ലാസ്റ്റിലേക്ക് ഇറങ്ങിയ വണ്ടി. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ആകെ 51,000 കിലോമീറ്റർ വണ്ടി ഓടി. 51 ലോ കിലോമീറ്റർ. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് നമ്മൾ ചെയ്ത് കൊടുക്കും, മാറി കൊടുക്കും. അതുകൊണ്ടാണ് മാറാണ്ട് വെച്ചത്. നമുക്കിപ്പോ കറന്റ് എങ്ങനെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടി. കാരണം ഇന്റീരിയർ ആയാലും വലിയ കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് ആസ്കിംഗ് വരുന്നത് 295 ആണ്. 295. ഓക്കെ. അത്യാവശ്യം നല്ലൊരു നമുക്ക് അതിൽ വിത്ത് 2 ഇയർ വാറന്റി ചെയ്ത് കൊടുക്കാം. കയ്യിൽ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. അതെ. ചെറിയൊരു എമൗണ്ട് കൊണ്ട് ഇറക്കി കൊടുക്കാം. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ലൊരു ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് ഇയോൺ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജും കിട്ടുമല്ലോ. കുഴപ്പമില്ലാത്ത മൈലേജ് നമുക്ക് എന്തായാലും 16 മേലെ മൈലേജ് ഉണ്ടാവും. അതെ. കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും. ഫാമിലി യൂസിന് വേണ്ടി കൂട്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. ഓക്കെ. പെട്രോൾ വരുന്ന മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ഓക്കെ. അടുത്ത് ഡാൻസൺ അല്ലേ? ഡാറ്റ്സന്റെ ഗോ ആണോ? ഡാറ്റ്സൺ ഗോ ആണ് വരുന്നത്. ഡാറ്റ്സൺ ഗോ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2016 മോഡൽ വണ്ടിയാണ്. 2016 സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓണർഷിപ്പ്. കിലോമീറ്റേഴ്സ് ആകെ 64,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ. 64,000. പെട്രോൾ മാനുവൽ ആയിരിക്കും. പെട്രോൾ മാനുവൽ വണ്ടിയാണ്. KL11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ. ഓക്കെ. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടയേഴ്സ് കാര്യങ്ങളാണെങ്കിലും പ്രൊഫൈലും കാര്യങ്ങളുള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതെ. അതിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് കാര്യങ്ങളൊക്കെ? ആസ്കിംഗ് വരുന്നത് 230 ആണ്. 230. നമ്മൾ ഓൾമോസ്റ്റ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് റേറ്റ് ഓൾമോസ്റ്റ് കുറച്ചിട്ടുണ്ട് വണ്ടിയിൽ. ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ ഇതിലുണ്ടാവുള്ളൂ. ആണ് റേഞ്ച് വരുന്നത്. നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആരെങ്കിലും ആണെങ്കിൽ ചെറിയൊരു മാറ്റം കൂടെ. അടുത്ത നമുക്കൊരു വോക്സ്വാഗന്റെ പോളോ കാണിക്കാം. വൈറ്റ് പോളോ. ഇതിപ്പോ ഏതാ മോഡല്? നമുക്ക് 2016 മോഡൽ കംഫർട്ട് ലൈൻ ആണ് വരുന്നത്. കംഫർട്ട് ലൈൻ ആണ്. സെക്കൻഡ് വേരിയന്റ്. സെക്കൻഡ് വേരിയന്റ്. ഓണർഷിപ്പ് കിടക്കുന്നത് എങ്ങനെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിടക്കുന്നത്. അത് സെക്കൻഡ് ആണ് കിടക്കുന്നത്. ഓക്കെ. അതിനിപ്പോ എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. ഹിസ്റ്ററി കിട്ടൂല? ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റേഴ്സ് എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റേഴ്സ് 58,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയത്. 58. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മാനുവൽ. ഓക്കെ. അതിനിപ്പോ എങ്ങനെ ആസ്കിംഗ് വരുന്നത്? നമ്മൾ 535. 535. ഓക്കെ. അതിൽ നമുക്ക് ഒരു വേരിയേഷൻ ഉണ്ടാവുമല്ലോ? അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതിൽ നമുക്ക് ഏകദേശം എത്ര ലോൺ കയറും? ഇതിൽ നമുക്കൊരു 80-80 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ. കാരണം വോക്സ്വാഗന്റെ പോളോ ഒക്കെ നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്.
കാരണം പുതിയതില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ യൂസ്ഡ് കാർസിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. പിന്നെ അത്യാവശ്യം നീറ്റ് വണ്ടി ആകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് എടുത്ത് പോകും. ഒരുപാട് റിക്വയർമെന്റ്സ് ഉള്ളൊരു വണ്ടി വണ്ടിയാണ്. അതെ. അടുത്ത നമുക്ക് ഇവിടെ ഒരു ടാറ്റന്റെ ആൾട്രോസ് കാണിക്കാം. ഇത് ഏതാ മോഡല്? ഇത് 2020 എക്സെഡ് പറയും. 2020 എക്സെഡ് വരുന്നത്. എക്സെഡ് എന്ന് പറയുമ്പോൾ ടോപ്പിന്റെ തൊട്ട് എക്സെഡ് പ്ലസ് ആണ് ടോപ്പിന്റെ. എക്സെഡ് പ്ലസ് ആണ്, പക്ഷേ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഒരു ഇതെല്ലാം ഉണ്ട്. അലോ വീൽസും എല്ലാം ഫീച്ചേഴ്സ് വരും. എക്സെഡ് പ്ലസ് ആകുമ്പോൾ നമുക്ക് ഡുവൽ ടോൺ കളർസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 26,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ. 26,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ. സ്റ്റിൽ അണ്ടർ വാറണ്ടി തന്നെയാണോ? കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം ഇപ്പം 4 വർഷം ആവാനായില്ലേ. അപ്പൊ വിഷയമില്ല, നമ്മളെ 2 ഇയർ വാറണ്ടി എലിജിബിൾ. എന്തായാലും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. ടയേഴ്സ് ആയാലും അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ്. ടയേഴ്സ് കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ടയേഴ്സ്. ഇന്റീരിയർ ആയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്തത്. ഇതിനിപ്പോ എങ്ങനെ ആസ്കിങ് വന്നിരിക്കുന്നത്? ഇത് നമ്മൾ ആസ്കിങ് 670 ആണ്. 670. ഓക്കെ. അതിലുമ്പോ ഏകദേശം എത്ര ലോൺ കയറും? ഇതിൽ ഏകദേശം നമുക്ക് ഒരു 70 റേഞ്ചിലൊക്കെ ഇറക്കി കൊടുക്കാം. 60-70 രൂപയൊക്കെ ഇറക്കി കൊടുക്കാം. ഓക്കെ. ഒരു 6ന്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. ടാറ്റന്റെ ആൾട്രോസ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ ഉണ്ട്. ഹായ്, പേരെങ്ങനെയാ? ജാസിർ. ഓക്കെ. ഇപ്പൊ എവിടുന്നാ വരുന്നത്? കുവൈത്തിൽ നിന്ന് നിങ്ങളെ വീഡിയോസിലായിട്ട് കാണുന്നതാണ്. അത് ശരി. ഞാൻ യാരിസ് എടുത്തിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്നാ ഡെലിവറി വരുന്നത് എന്നാണോ? ഇന്ന് രാത്രി. ഇന്ന് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. യാരിസ് എടുക്കാൻ നിങ്ങളെ വീഡിയോ സ്ഥിരം കാണുന്നതാ. ഈ സമീർ കാർ മറ്റേത് വീഡിയോ ഇഷ്ടപ്പെട്ടാറുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പറഞ്ഞിരുന്നു വന്ന സമയത്ത്. അതെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ? പിന്നെ കാറൻ ബൈക്കിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഇപ്പോ ഏറ്റവും നല്ല സർവീസ് ആണ്. ഞാൻ ഹൈലി റെക്കമെൻഡഡ്. ഓക്കെ. അതന്നെ മതിയല്ലോ നമ്മളെ വീഡിയോയില് അവർ പറയുകയാണെങ്കിൽ തന്നെ. തീർച്ചയായിട്ടും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആയാലും നല്ല കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. അടുത്ത റെനോൾട്ടിന്റെ 7 സീറ്റർ അല്ലേ? 7 സീറ്റർ നല്ല പുത്തൻ വണ്ടി. കാരണം 21 മോഡൽ വണ്ടിയാ. 2021 മോഡൽ. ഏതാ വേരിയന്റ് വരുന്നത്? വേരിയന്റ് RX ആണ് വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കിലോമീറ്റേഴ്സ് ആകെ 16,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ വണ്ടി ഓടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. നീറ്റ് വണ്ടി. ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ വണ്ടിയാണ്. ടയേഴ്സ് കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം 16,000 ഓടിയതിന്റെ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതെ. പിന്നെ ഇന്റീരിയർ ആയാലും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ. ആ ഒരു കവേഴ്സ് പോലും പൊളിച്ചിട്ടില്ല. അങ്ങനെ യൂസ് ആയിട്ടില്ല. ഇതിപ്പോ വാറണ്ടിയിലാണോ ഉള്ളത്? ഇതിപ്പം 21 കൊണ്ട് കമ്പനി വാറണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി പറഞ്ഞു. നമുക്ക് നമ്മളെ വാറണ്ടി കാര്യങ്ങൾ അവൈലബിൾ ഉണ്ട്. എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ആസ്കിങ് 695 ആണ്. 695. ഓക്കെ. അതിൽ നമുക്ക് ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 6 ലാഖിന്റെ മേലെ കയറ്റി കൊടുക്കാം. 6 ലാഖിന്റെ മേലെ എന്തായാലും പ്രൊഫൈൽ കസ്റ്റമറാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 7 സീറ്ററും കൂടിയാണ്. 7 സീറ്ററും കൂടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. അത്യാവശ്യം കംഫർട്ട് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ ഒരു ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുമ്പോ ആ ഒരു റേറ്റ് ഓക്കെ ആണ്. വലിയൊരു കുഴപ്പമില്ലാത്ത റേറ്റിൽ അവർക്ക് ഒരു ചെറിയ റേറ്റ് തന്നെ അവർക്ക് 7 സീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും. അതെ. ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റും. ശരിയാണ്. ഓക്കെ. അപ്പൊ നല്ലൊരു 7 സീറ്റർ ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഹോണ്ട സിറ്റി അല്ലേ? 2018 മോഡൽ വണ്ടിയാ. 2018 പെട്രോൾ എഞ്ചിൻ. പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ. ഓക്കെ. പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. വേരിയന്റ് ഏതായിരുന്നു? വേരിയന്റ് V ആണ്. ഫുൾ ഓൺ തൊട്ടതായത്. ഓക്കെ. നമുക്ക് സൺറൂഫ് ഇല്ലാവില്ല എന്നുള്ളൂ മാത്രമേ ബാക്കിയെല്ലാം. ഓണർഷിപ്പ് കിടക്കുന്ന സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററും കാര്യങ്ങളോ എടുത്തു കൊടുക്കാം. ഓക്കെ. പെട്രോൾ വരുന്ന മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. പ്രീമിയം വണ്ടിയാണ്. ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. സെഡാൻ ടൈപ്പിൽ. ഇതിനിപ്പോ ഏകദേശം എത്ര മൈലേജ് നമുക്കൊരു 14-15 റേഞ്ചിന് മൈലേജ് കിട്ടും. ഓക്കെ. ഇതിനിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? നമ്മൾ 875 ആണ് ആസ്കിംഗ് വരുന്നത്. 875. ചെറിയ നെഗോഷ്യബിൾ ആയിരിക്കില്ലേ? ഓക്കെ. ഹോണ്ടന്റെ സിറ്റി ഇവിടെ അവൈലബിൾ ആണ്. 875 ആണ് ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ഓക്കെ. അടുത്ത നമുക്കൊരു റാപ്പിഡ് കാണിക്കാം. സ്കോഡന്റെ ഒരു റാപ്പിഡ് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിപ്പോ ഏതാ മോഡല്?
2017 മോഡൽ അംബീഷൻ ആണ് വേരിയന്റ് വരുന്നത്. അംബീഷൻ സെക്കൻഡ് വേരിയന്റ് വരുന്നത്. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിടക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഇതിന് നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ടയറിന്റെ പ്രൊഫൈൽ ഏകദേശം ഒരു 40 to 50 അല്ലേ? ടയർ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത ടയർ. കുഴപ്പമില്ല, പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ല. അതെ. കിലോമീറ്റേഴ്സ് എത്ര? കിലോമീറ്റേഴ്സ് 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 51,000 കിലോമീറ്റർ തന്നെ വരുന്നത് 17 നോക്കുമ്പോൾ. ഓക്കെ. മോഡൽ 2017 ആയിരുന്നു. ഓക്കെ. ഇതിനിപ്പോ എങ്ങനെ ആസ്കിങ്? ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് 8,10,000 ആണ്. 8,10 അല്ലേ? 8,10. ഓക്കെ. അത്യാവശ്യം നമുക്ക് 7ന്റെ അടുത്ത് ലോണ് കയറുമോ? 7ന്റെ അടുത്ത് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 1 lakh ഒക്കെ റേഞ്ചിലൊക്കെ കാണുകയാണെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി. അത്യാവശ്യം പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ ആ റേഞ്ചിൽ ഇറക്കി കൊടുക്കാം. ഓക്കെ. അടുത്ത് മറ്റൊരു ഹോണ്ട സിറ്റി അല്ലേ? ഹോണ്ട സിറ്റി. ഇതിപ്പോ ഏതാ? ഇതും 2018 മോഡൽ വണ്ടിയാണ്. 18 ഫുൾ ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ് VX. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ്. പെട്രോൾ മാനുവൽ. ഓക്കെ. മറ്റേത് ഓട്ടോമാറ്റിക് ആയിരുന്നു. മറ്റേത് മാനുവൽ അല്ല. ഓക്കെ. പെട്രോൾ മാനുവൽ വരുന്നത്. ഇതിപ്പോ എങ്ങനെയാ? ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. എന്താ റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ബമ്പർ മാറിയിട്ടുണ്ട് അല്ലേ? KL07 എറണാകുളം. ഓക്കെ. ഇതിലിപ്പോ ഡോക്ടർ യൂസ് ആണോ? അത് ഡോക്ടർ യൂസ് ആണ് വരുന്നത്. ഓക്കെ. നമുക്ക് ആകെ 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. ഓക്കെ. അത്യാവശ്യം നീറ്റ് ആയിട്ടാണ് യൂസ് ചെയ്ത വണ്ടി. അതെ. ഇതിലിപ്പോ എങ്ങനെയാ ആസ്കിങ് വന്നിരിക്കുന്നത്? നമ്മൾ ആസ്കിങ് വരുന്നത് 9,35 ആണ്. 9,35. ഓക്കെ. 18 ഫുൾ ഓട് വണ്ടി. 18 ഫുൾ. അപ്പോൾ ചെറുതിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ചെറിയൊരു നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം കവറിംഗ് ചെയ്യുന്ന ഒരു വണ്ടി കൂടി എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ടയർ ആയാലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈൽ അല്ലേ? ടയർ ബാക്കിലായാലും റിയർ ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല. പെട്ടെന്ന് മാറ്റേണ്ടി വരില്ല, എന്നാലും കുറവാണ്. അതെ. റെനോൾട്ട് കിഡ് 1 ലിറ്റർ ആണ് വരുന്നത്. 1 ലിറ്ററിന്റെ പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ അല്ലേ? മാനുവൽ വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് വരുന്നത്. അതിപ്പോ കിലോമീറ്റേഴ്സ് എത്ര ഓടിയുണ്ട്? കിലോമീറ്റേഴ്സ് 45,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 45 വരുന്നത്. വേരിയന്റ് ഏതാ? RXT ആണ്. ഓക്കെ. 45,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഓക്കെ. ഇതിനും നമ്മുടെ വാറന്റിയും കാര്യങ്ങളൊക്കെ കവറിങ് തന്നെയല്ലേ? നമുക്ക് 2 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമ്മൾ ആസ്കിങ് വരുന്നത് 3,25 ആണ്. കിലോമീറ്റേഴ്സ് എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? 46 അല്ലേ? ഓക്കെ. ആസ്കിങ് വരുന്നത് 3,25 അല്ലേ ചോദിക്കുന്നത്? ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു, അത്യാവശ്യം അവർക്ക് ഫുൾ ലോഡ് വണ്ടിയാണ്. പിന്നെ 1 ലിറ്റർ ആണ്. 1000cc കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. റൊണാൾട്ടിന്റെ കിഡ് എന്ന് പറയുന്നത്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പുതിയ ടയേഴ്സ് ഒക്കെ വരുന്നത്. പുതിയ തന്നെയാണ്. പെട്രോൾ മാനുവൽ വരുന്നത്. ഓക്കെ. അടുത്തൊരു വാഗണർ ഓട്ടോമാറ്റിക് വരുന്നത്. 2018 മോഡൽ വണ്ടിയാണ്. 2018 മോഡൽ. 18 വണ്ടി. വേരിയന്റ് VXi ആണ്. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്താ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം നീറ്റ് വണ്ടി. ഇന്റീരിയർ ആയാലും അത്യാവശ്യം നീറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്തത്. ഓക്കെ. ടയർ ആയാലും കുഴപ്പമില്ല. പുതിയ ഓൾമോസ്റ്റ് പുതിയ തന്നെയാണ്. എന്നാൽ ചെറിയ രീതിയിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ. കിലോമീറ്റേഴ്സ് എത്ര പറഞ്ഞത്? 47,000 കിലോമീറ്റേഴ്സ് അല്ലേ? ഓക്കെ. ഇതിപ്പോ എങ്ങനെ ആസ്കിങ്? ഇത് നമ്മൾ ആസ്കിങ് 4,70 ആണ്. 4,70 ആണ്. ഇതിൽ VXi ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. ഡ്യുവൽ എയർ ബാഗ്, ABS, സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഒക്കെ വണ്ടിയാണ്. കാരണം വാഗണറിൽ ABS, എയർ ബാഗ് കാര്യങ്ങൾ വരാത്ത വണ്ടിയാണ് കൂടുതലും. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ലോൺ നമുക്ക് ഏകദേശം എത്ര വരും? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം പ്രൊഫൈൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. നല്ലൊരു വണ്ടി തന്നെയാണ്. സുസുക്കി വാഗ്നർ. ടൊയോട്ടന്റെ യാരിസ്. ഓക്കെ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2019 മോഡൽ വണ്ടിയാണ്. 19J സെക്കൻഡ് വേരിയന്റ് ആണ്. 19J സെക്കൻഡ് വേരിയന്റ് വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയാ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റേഴ്സ് 58,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 58. റീപ്ലേസ്മെന്റ് എന്താ? ഒന്നുമില്ല. നീറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ.
അതിപ്പോൾ എങ്ങനെയാ ആസ്കിങ് എങ്ങനെയാണ് ചോദിക്കുന്നത്? നമ്മൾ ആസ്കിങ് 6,900. 6,900 അല്ലേ? ഓക്കെ, നമുക്ക് ലോൺ ഏകദേശം 6 കിട്ടുമോ? ലോൺ മാക്സിമം പോയി ചെയ്തു കൊടുക്കാം, കാറിൻ്റെ അടുത്തൊക്കെ പോയി ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വേറെ മറ്റേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണല്ലോ. അതിപ്പോ പറഞ്ഞ മാനുവൽ തന്നെയല്ലേ? മാനുവൽ. നമുക്ക് ഏകദേശം മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? നമുക്ക് ഏകദേശം മൈലേജ് ഒരു 15 റേഞ്ചിലൊക്കെ. 5 റേഞ്ച്, ക്ലോസ് ടു 15 അടുത്തായിട്ട് ആവറേജ് ആ റേഞ്ചിലും ഉണ്ടാവുള്ളൂ. 1.5 ആണ് വരുന്നത് പെട്രോൾ വരുന്നത്. ഓക്കെ ഓക്കെ. അടുത്ത് മറ്റൊരു വാഗണർ അല്ലേ? ഇതിപ്പോ ഏതാ മോഡല്? 2019 വാഗണർ. 2019 മോഡൽ. ഓക്കെ, ഏതാ വേരിയന്റ് വരുന്നത്? VXi. ഓട്ടോമാറ്റിക് മാനുവൽ വരുന്നത്, പെട്രോൾ മാനുവൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള നീറ്റ് വണ്ടിയാണ്. ഹിസ്റ്ററി അവൈലബിൾ അല്ല? ഹിസ്റ്ററി അവൈലബിൾ വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റേഴ്സ് എത്ര ഓടിയത്? കിലോമീറ്റേഴ്സ് 36,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയത്. 36,000 കിലോമീറ്റർ. ടയർ ആണെങ്കിൽ ഒരു ആവറേജ് അല്ലേ? ഒരു ഫ്രണ്ടിലൊന്നും കുഴപ്പമില്ല, ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഇന്റീരിയർ ആയാലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണല്ലോ അല്ലേ? ഇതിനിപ്പോ എങ്ങനെ ആസ്കിങ് വന്നത്? ഇത് നമുക്ക് ആസ്കിങ് വരുന്നത് 5,60,000 ആണ്. 5,60,000 നെഗോഷ്യബിൾ ആയിരിക്കില്ല? ഓക്കെ, നമുക്ക് ലോൺ ഏകദേശം എത്ര കയറും? ലോൺ നമുക്ക് മാക്സിമം 5 lakhs അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ര അപ്പോൾ ഒരു 50-60 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മൈലേജും കിട്ടൂല? മൈലേജ് നമുക്ക് അറൗണ്ട് 18 വരെ എന്തായാലും മൈലേജ് കിട്ടൂല. പിന്നെ വാഗണർ ആണല്ലോ, മെയിൻ്റെനൻസ് കോസ്റ്റും കുറവുള്ള വണ്ടിയാണ്. കോസ്റ്റ് കുറവാണല്ലോ. നല്ലൊരു വണ്ടിയാണ്, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ. പിന്നെ ന്യൂ ഷേപ്പിലാണ് വണ്ടി വരുന്നത്. ന്യൂ ഷേപ്പ് മോഡലാണ്. അതെ, നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് 135ന്റെ മേലെ സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുണ്ട്. കറന്റ് ഇവിടെ ഏകദേശം 135ന്റെ മേലെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വർഷത്തെ ഇനിയിപ്പോൾ ഒരുപാട് ഓഫേഴ്സ് വരാനിരിക്കുന്നുണ്ട്. അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് പർച്ചേസ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഓഫേഴ്സ് കിട്ടും. ഓക്കെ, കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് തന്നെയാണല്ലോ, ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് തന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ നേരത്തെ ഒരു ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് നേരത്തെ ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ നൈറ്റ് ഒരു യാരിസിൻ്റെ ഒരു ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒരു 10-12 വണ്ടികളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. നേരെ വിസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്ത് നേരെ ഷോറൂമിൽ വിസിറ്റ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. പുതിയ വർഷമാണ്, ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.